ഇടപെടണ്ടാരും. എനിക്ക് പറയാനുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇങ്ങോട്ട് ചോദ്യം വേണ്ട. കുറെ ആൾക്കാർ എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയി, ആഷ്മി ഉൾപ്പെടെ. ഇന്നത്തെ കാര്യത്തിലോട്ട് വരണമെങ്കിൽ ഇത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് പോവാം. എനിക്കിത് മുഴുവൻ പറഞ്ഞാലേ ജനങ്ങൾ കേൾക്കണം. ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് 24 ആഷ്മി വളരെ വൃത്തിയായിട്ട് രീതിയിലാണ് എന്നെ ലാസ്റ്റ് ടൈം ഈ 23 വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് കേൾക്കുക, നിങ്ങളുടെ SFI സഖാവത്വം പറഞ്ഞ് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് പലതും അയാൾ എഡിറ്റ് ചെയ്ത് ഈ FB പോസ്റ്റാണ് അയാൾ വായിച്ച് കേൾപ്പിച്ചത്. എന്നിട്ട് അയാൾ അവസാനം കള്ളം പറയാ, ഞാൻ വായിക്കാൻ പറഞ്ഞതുകൊണ്ട് വായിച്ചതെന്ന്. അത് വേണ്ട, ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ അങ്ങോട്ട് പറയുവാണ്. ഇവിടെ ക്വസ്റ്റ്യനിങ് തന്നെ കോടതിയൊന്നും അല്ലല്ലോ ഇത്. ഞാൻ അങ്ങോട്ട് പറയാനുള്ള പറയട്ടെ. അപ്പനെ ഞാൻ എവിടെയും സേഫ് അല്ല, അപ്പൻ ഫുഡില്ല, ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്ന് അവസാനം അപ്പൻ ഈ അരുൺ ആന്റണിയുടെ വീട്ടിൽ പോയി. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ഇനി അവിടെ ആയിരിക്കും. ഇവൻ ആരാന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ജനിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോയിലല്ലാണ്ട്. അവിടെ പോയപ്പോ ഈ ML സജീവന്റെ ക്ലാസ്മേറ്റ് അഡ്വക്കേറ്റ് രഘു മേനോനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു അപ്പൻ 2 ആമക്കളുണ്ട്, മകളുണ്ട്, ഞാനുണ്ട്, വല്ലവരുടെ വീട്ടിലാണോ ഇങ്ങനെ വയസ്സുകാലത്ത് പോയി നിൽക്കേണ്ടത്, ഇത് ശരിയല്ല, അപ്പനെ തിരിച്ചു കൊണ്ടുവരണം, നോക്കണോന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നെയും അന്വേഷിക്കുമ്പോഴും എല്ലാം അവിടെ തന്നെയായിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്റെ അടുത്ത് പലരും എറണാകുളത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, അപ്പനെ യൂറിൻ കൺട്രോൾ പോയപ്പോ അരുൺ ആന്റണി സൂത്രത്തിൽ ഒഴിവാക്കി അപ്പനെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആരും അവിടെ ഇല്ല, ഏതൊരു ബൈസ്റ്റാൻഡറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ പറ്റുമെങ്കിൽ വന്ന് ഏറ്റെടുത്ത് നോക്കണോന്ന്. അന്ന് കെ രാധാകൃഷ്ണനെയും വിജയരാജനെയും MV ജയരാജനെയും ഞാൻ വിളിച്ച് പറഞ്ഞു. വൈകിട്ട് സന്ധ്യയ്ക്കാണ് ഇത് അറിയണത്. രാത്രിയിൽ ഞങ്ങൾ ടിക്കറ്റ് പുറത്തോട്ടിറങ്ങാൻ വണ്ടി പോലും ഇല്ലാണ്ടും രാത്രി ഇവരെല്ലാരും പിറ്റേ ദിവസം ആ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞയാണ്. കെ രാധാകൃഷ്ണൻ മന്ത്രിയാകാൻ പോവുകയാണ്. അദ്ദേഹത്തിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഇത് പുറം ലോകം അറിയും, നിങ്ങൾ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ. എന്റെ അപ്പന്റെ സ്ഥിതി ഇതാണ്, അമ്മ നഷ്ടപ്പെട്ടു, ഇനി അപ്പനും പോകാറായി, നിങ്ങൾ ഇത് എന്താന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ജനങ്ങളെ അറിയിക്കും, പുറം ലോകം അറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവിടെ CN മോഹനും സഖാക്കളും എത്തിയിരിക്കുമെന്ന്. ഞങ്ങൾ രാത്രി ട്രെയിൻ കയറി ഇവിടെ എറണാകുളത്ത് വന്ന് അപ്പനെ ചെന്ന് കാണുമ്പോൾ അപ്പനൊരു കള്ളിമുണ്ട് മാത്രം പുതച്ച് കിടക്കുന്ന അപ്പനാണ്. ഒരു ഷർട്ട്, ഒരു ബനിയം പോലും ഇല്ലായിരുന്നു. തണുത്ത് വിറച്ച് കിടക്കുകയായിരുന്നു എന്റെ അപ്പൻ. ബൈസ്റ്റാൻഡർ ഞങ്ങളെ കണ്ട ഉടനെ പുറത്തു പോയി. കുറെ നേരം കഴിഞ്ഞ് അയാൾ വന്നത്. അയാള് നോക്കി മടുത്തിട്ടെന്തോ ആണ്. അപ്പൊ അപ്പനോട് ഞാനിങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പം അപ്പന് പകുതി മനസ്സും ഉണ്ടായിരുന്നു, പകുതി വരണ്ടാന്നും ഉണ്ടായിരുന്നു. അരുൺ ആന്റണി ഒഴിവാക്കിയ കാര്യമൊക്കെ പറഞ്ഞപ്പോ അപ്പൻ ഷോക്ഡായി പോയി. അങ്ങനെ കുറെ കഴിഞ്ഞ ഒരു 11 തലേന്ന് ഈ MV ജയരാജനും വിജയരാഘവനും കെ രാധാകൃഷ്ണനോട് പറഞ്ഞത് ഈ അരമണിക്കൂറിനുള്ളിൽ അവിടെ സഖാക്കളും CN മോഹനും എത്തുമെന്ന്. ഒരുത്തനും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ബൈസ്റ്റാൻഡറോടും ഞാൻ ചോദിച്ചു. ഞങ്ങൾ ചെന്നത് 10 മണിയോടുകൂടിയാണ്. 11 കാലമായപ്പോഴാണ് ഈ സജീവൻ വരണത്. ഒരു അപ്പൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സജീവന്റെ വീട് കുമാരനാശൻ നഗറില്. അപ്പൻ കിടക്കുന്നത് ഗാന്ധിനഗർ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്തറ. ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടോ, അല്ലെങ്കിൽ 2 കിലോമീറ്റർ നോക്ക്. അപ്പനെ തലേന്ന് രാത്രി തൊട്ട് പിറ്റേന്ന് ഞങ്ങൾ ചെല്ലണ വരെ അപ്പന്റെ അടുത്ത് ആരുമില്ല. ഒരു ബൈസ്റ്റാൻഡറിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. സജി വന്നു. ഞങ്ങളെ കണ്ടപ്പോ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്റെ അടുത്ത് വഴക്കാണല്ലോ അയാള്. അതിന്റെ ദേഷ്യത്തിൽ അങ്ങോട്ട് പാഞ്ഞിറങ്ങിപ്പോയി, നഴ്സുമാർക്ക് എന്തോ പറഞ്ഞിട്ട്. അത്രയും നേരം നന്നായിട്ട് സംസാരിച്ചിരുന്ന അപ്പം കുറെ കഴിഞ്ഞപ്പം മയങ്ങിപ്പോയി. ഡോക്ടർ CK ബാലന്റെ കീഴിലായിരുന്നു അപ്പന്റെ ചികിത്സ. അപ്പം മയങ്ങിപ്പോയി വന്ന് ഞാൻ ചോദിച്ചു എന്താണ് മയക്കോന്ന് ചോദിച്ചപ്പം സെഡേഷൻ വല്ലതും കൊടുത്തോന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കാൻ നഴ്സുമാരോട് വല്ലതും കൊടുത്തോന്ന്. അപ്പൊ അവര് പറഞ്ഞു സജിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞങ്ങളോട് അപ്പൻ സംസാരിക്കാണ്ടിരിക്കാൻ അവിടെ നിന്ന് ഉറക്ക ഗുളിക കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പന്റെ ഈ അവസ്ഥ ഞാൻ ഫോട്ടോ സഹിതം അന്ന് എന്റെ FB പോസ്റ്റിൽ ഇട്ടു, ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ. അതിനുശേഷം 2-3 ഇത് മാർച്ച് 21 എന്തോ ആണ്, മെയ് 25 ആ ദിവസമാണ് 2021 മെയില്. അതിനുശേഷമാണ് 3-4 ദിവസം കഴിഞ്ഞപ്പോ 26-നോ 27-നോ ഈ FB പോസ്റ്റ് വരുന്നത്. MM ലോറൻസ് മകളെ തള്ളി പറഞ്ഞു, കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ചെയ്തതെന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല. ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞവനാണ് ഇത് ചെയ്തത്. കഴിഞ്ഞു. ഇനി അപ്പനെ മരിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് ബ്രദറിന്റെ ഈ സജീവന്റെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ സുജ ദുബായിൽ നിന്ന് വന്ന അവരുടെ വീട്ടിൽ ഏറ്റെടുത്തു. അവിടെ പ്രാർത്ഥനയും ഏതോ എല്ലാം ആയിരുന്നു. അപ്പൻ ഈ ബൈസ്റ്റാൻഡർ ജോസ് എന്നും ബൈബിൾ വായിച്ചു കൊടുക്കുകയും സങ്കീർത്തനം 91 വായിച്ചു കൊടുക്കുകയും കൊന്ത ചൊല്ലിക്കൊടുക്കുകയും
ക്രിസ്ത്യൻ ആചാരപ്രകാരം കാർന്നോമാർക്ക് റെസ്പെക്റ്റോടുകൂടി കൊടുക്കുന്നത് പോലെ കൈമുത്തി ചുംബിച്ചാണ് അപ്പനെ ഉറക്കിയിരുന്നത്. അപ്പൊ അപ്പൻ പറഞ്ഞത് നിന്റെ വിശ്വാസം നീ ചെയ്തോ, എനിക്കിതിൽ എതിർപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്കിതിൽ താല്പര്യം അല്ല, എതിർപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സുജ എന്ന് പറഞ്ഞ മകള് ബൈബിൾ പ്രഭാഷണമായിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ സ്വന്തം കാശ് മുടക്കി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ദുബായിൽ നിന്ന് രാത്രി വിളിച്ച് ഇതുപോലെ ബൈബിൾ വചനങ്ങളായിരുന്നു അപ്പന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിരുന്നത്. സുജ തന്നെ അഭിമാനത്തോടെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ ഒരിക്കലും ഫോൺ തട്ടി മാറ്റുവോ ഇതെനിക്ക് കേൾക്കണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല.